ഈ ഒരു മഹാദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് നിരോധിക്കണം, ഇത് ഇല്ലാണ്ടാവണം എന്ന്, അല്ലെങ്കിൽ വെടിക്കെട്ടൊക്കെ സമൂഹത്തിൽ ദോഷമാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. അത് ഒരുപക്ഷെ ശരിയാണ്, പ്രോഗ്രസീവ് സമൂഹത്തിന് ആവശ്യമാണ്, അത് ഭാവിയിലെങ്കിലും ഇല്ലാതാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ സാംസ്കാരിക പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എഴുതി തള്ളാൻ പറ്റില്ല. 1788 ഏതാണ്ട് 1800 വർഷങ്ങൾക്ക് മുമ്പ് ശക്തൻ തമ്പുരാൻ തുടങ്ങി വെച്ചതാണ് ഈ പറഞ്ഞ തൃശൂർ പൂരവും അതിനെ തുടർന്നുള്ള ഈ പറഞ്ഞ വെടിക്കെട്ടും കാര്യങ്ങളും ഒക്കെ. അപ്പം ഈ ഒരു സാംസ്കാരിക പാരമ്പര്യം അങ്ങനെ അത്ര പെട്ടെന്ന് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ? എപ്പോഴും ജനങ്ങൾക്ക് ഒരു ആവേശം, ഹരം എന്നൊക്കെ പറയുന്നത് വലിയ ജീവികള്, വലിയ ശബ്ദങ്ങളൊക്കെയാണ്. നമ്മളൊരു കടല് കാണുമ്പോൾ അതിന് ആകാംക്ഷപൂർവ്വം നോക്കിയിരിക്കുന്നു. കടലിനകത്ത് എന്തോ ഇരിക്കുന്നു, കാണാനൊന്നുമില്ല, കുറച്ച് തിര വരുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ ആ വലിപ്പം നമ്മളെ ഭയങ്കരമായ സന്തോഷവും ഡോപ്പമിൻ ഹൈ ആക്കാനായിട്ട് നമ്മളെ സഹായിക്കും. എന്തിനാണ് നമ്മൾ വലിയ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നത്? വലിയ സ്ക്രീൻ കാണുക, വലിയ ശബ്ദം കേൾക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അത് തന്നെ വെള്ളച്ചാട്ടങ്ങളായാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടിന്റെ ഒക്കെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 3000 വർഷത്തെ പാരമ്പര്യമാണ് അവർ പറയുന്നത്. 2 കാളകളുടെ കൊമ്പിന്റെ ഇടയിൽ പൈസ വെച്ച് തുടങ്ങിയ ഒരു ദ്രാവിഡ സംസ്കാരമാണ്. ആ സംസ്കാരത്തിനെ ഇല്ലാതാക്കാനായിട്ട് അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് നടന്നോ? അവിടെയുള്ള സിനിമാ താരങ്ങൾ, അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ, അവിടെയുള്ള മതസംഘടനകൾ എല്ലാവരും ഒരേപോലെ നിന്ന് എതിർത്തില്ലേ? അവിടെ ഒരു ജാതിയോ മതത്തിനോ അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അവിടെ മതമല്ല അവിടെ പ്രശ്നം, അവിടുത്തെ സാംസ്കാരികമായ ഒരു വികാരമാണ്. അവിടെ കാളയുടെ കുത്തുകൊണ്ട് ചാവുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല, അവിടെ കാക്കാമാരും അച്ചായമാരും എല്ലാം കാളയുടെ കുത്തുകൊണ്ട് ചാവുന്നു എന്ന് മനസ്സിലാക്കുക. സ്പെയിൻ പോലുള്ള ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ രാജ്യത്ത് ഇപ്പോഴും ഈ പറഞ്ഞ കാളപ്പോര് നിലനിൽക്കുന്നുണ്ട്. 100 സായിപ്പന്മാർ അവിടെ കാളയുടെ കുത്തുകൊണ്ട് ഇപ്പോഴും ചാവുന്നുണ്ട്. സ്പെയിനിലെ ഒരുപാട് തെരുവുകളിൽ ഇപ്പോഴും താൻ ഗൂഗിൾ ചെയ്ത് നോക്കും, ഞാൻ നോക്കിയിട്ടാവുന്നത് അവിടെ കാളപ്പോരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതൊരു സാംസ്കാരികമായി പണ്ട് മുതലേ ഉള്ള ഒരു വികാരങ്ങളാണ്. ഈ വികാരങ്ങളെ ഇല്ലാണ്ടാക്കാനോ ഒതുക്കാനോ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇപ്പം നമ്മുടെ വണ്ടർലായിൽ എന്റർടൈൻ ചെയ്യാൻ പോയിട്ട് അങ്ങനെ മരിച്ചവർ പോലും ഉണ്ട്. അപ്പൊ എന്റർടൈൻമെന്റ്, ഈ പറഞ്ഞ ഹരം, വികാരങ്ങൾ, ഇതൊക്കെ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ആ സാംസ്കാരിക പാരമ്പര്യത്തെ അത്ര പെട്ടെന്ന് ഇല്ലാതാക്കാൻ ഒക്കില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുക, അതിനൊക്കെയുള്ള കരുതലെടുക്കുക. അല്ലാതെ ഒറ്റയടിക്ക് തൃശ്ശൂർ പൂരത്തെ ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഇത് പാൻ വേൾഡ് സംഭവമാണ്. ഇത് ഈ തൃശ്ശൂർ പൂരം കാണാനായിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക.